നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധി ഏതായാലും ആ ഒരു വിഷയത്തിൽ ഏകദേശം ഇപ്പോൾ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് മരണം സംഭവിച്ചതാണെന്നാണ് പറയുന്നത്. അസ്വാഭാവികതയൊന്നും തന്നെ ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇനിയിപ്പം ഇന്റേണൽ ഓർഗൻസിന്റെ രാസപരിശോധനയുണ്ട്. ആ പരിശോധനാ ഫലവും കൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം അത് മുഴുവനായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മക്കൾ എന്തായാലും ഒന്നും ചെയ്തതല്ല, ആ കാര്യത്തിൽ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഏത് കാര്യത്തിലാണെന്ന് അറിയാമോ? ഇനിയിപ്പോൾ ഈ സമാധിയായി എന്ന് പറയുന്ന അവകാശവാദം അവർക്ക് ഉന്നയിക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ പേരിൽ എന്തായാലും മക്കൾക്ക് ഇനിയും കച്ചവടം നടത്താൻ വേണ്ടി പറ്റില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് സംഭവിച്ചതാണെന്നാണ് പറയുന്നത്. നാച്ചുറലായിട്ട് അങ്ങനെ സംഭവിച്ച അച്ഛനെ അവിടെ കൊണ്ടിരുത്തി അദ്ദേഹത്തിനെ ഹിന്ദു ആചാര വിധിപ്രകാരം കർമ്മം ചെയ്യാതെ അദ്ദേഹത്തിനെ അടക്കാതെ അവിടെ കൊണ്ട് സ്ലാബിനകത്ത് കൊണ്ടിരുത്തിയിട്ട് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് മക്കളൊരു വലിയൊരു അഡ്വർടൈസ്മെന്റ് ഒക്കെ അടിച്ചങ്ങ് ഇറക്കി. അങ്ങനെ അഡ്വർടൈസ്മെന്റ് അടിച്ചിറക്കിയതിന് കാര്യം തന്നെ ഒരു ബിസിനസ്, ഒരു വരുമാന മാർഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാണും. അച്ഛന് ശക്തിയുണ്ട്, സമാധിക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അന്ധവിശ്വാസങ്ങൾ മുതലെടുത്തിട്ട് അവിടേക്ക് ആൾക്കാരെ വരുത്താൻ വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് മക്കൾ അവിടെ ചെയ്തത്. അതുകൊണ്ടായിരിക്കുമല്ലോ അച്ഛൻ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ട് നാട്ടുകാരെ അറിയിക്കാഞ്ഞത്. ഇവിടെ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് ആ മക്കൾ തന്നെയാണ്. ഇനി മക്കളെ ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. നാച്ചുറലായിട്ട് സംഭവിച്ചതാണെങ്കിൽ പോലും മക്കളെ ന്യായീകരിക്കാൻ ഇവിടെ പറ്റില്ല. കാരണം മക്കള് ആ നാട്ടുകാരെ മുഴുവനായിട്ട് തെറ്റിദ്ധരിപ്പിച്ചു. വയ്യാതെ കടന്നിരുന്ന ഒരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. ആ നാട്ടുകാർ മുഴുവനായിട്ട് പറയുന്നുണ്ട് 2-3 വർഷമായിട്ട് അദ്ദേഹത്തെ പുറത്തേക്ക് പോലും ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് കണ്ണ് കാണത്തില്ലായിരുന്നു പറയുന്നു, വയ്യാതെ കിടക്കുമായിരുന്നു പറയുന്നു. അങ്ങനെ വയ്യാതെ കിടന്ന മനുഷ്യൻ രാവിലെ കഞ്ഞിയും കുടിച്ച് പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളികയും കഴിച്ച് അവിടെ പോയി ഇരുന്നു എന്ന് പറയാൻ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവര് അടിച്ചിറക്കിയ ഒരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് പ്രകാരം ആ കുടുംബത്തിലുള്ള എല്ലാവരും അങ്ങ് അഭിനയിച്ച് തകർത്തു. പക്ഷെ അവരുടെ ആ ഒരു അഭിനയം മുതലായില്ല. അതാണ് സംഭവിച്ചത്. ഇത് സമാധി, ഈ ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വരുമാന മാർഗമാണ്, വലിയൊരു ബിസിനസ്സാണ്. അതാണ് അവർ നോക്കിയത്. അതിനപ്പുറത്തൊരു ശിവക്ഷേത്രം അവർക്കുണ്ട്. ആ ശിവക്ഷേത്രത്തിലേക്ക് ആൾക്കാരൊന്നും ചെല്ലാറില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്തായാലും വരുമാനം കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ തൊട്ടപ്പുറത്തൊരു സമാധിയുണ്ട്, സമാധിക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ആൾക്കാർ വന്നോളും. ചെറിയൊരു തെറ്റിദ്ധാരണ വരുത്തിയാൽ മതി. അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഈ വിശ്വാസത്തെ മുതലെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വിശ്വാസത്തെ മുതലെടുത്ത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തിയൊരു ശ്രമമാണ്. ഇപ്പൊ മകൻ പറയുന്നുണ്ട്, ഹിന്ദു ആചാരങ്ങളെ വ്രണപ്പെടുത്തി, ഹിന്ദുക്കളെ വ്രണപ്പെടുത്തി, അവരെ അപമാനിച്ചു. ആരും അവരെ അപമാനിച്ചിട്ടില്ല. സ്വന്തം അച്ഛനെ അപമാനിച്ചത് അവർ തന്നെയാണ്. ഒരാൾക്ക് ഒരു മരണം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാരെയൊക്കെ അറിയിക്കും. നാട്ടുകാരെയൊക്കെ അറിയിച്ച് അവിടേക്ക് കൊണ്ടുവരും, എന്നിട്ട് കർമ്മം ചെയ്യും. അങ്ങനെയാണ് ഹിന്ദു ആചാരപ്രകാരം കർമ്മം ചെയ്തിട്ടാണ് അടക്കാറുള്ളത്. അങ്ങനെയൊന്നും ചെയ്യാതെ അച്ഛനെ ഒരു കോൺക്രീറ്റിനകത്ത് കൊണ്ടിരുത്തിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു സ്ലാബും എടുത്തു വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് കുറെ പൂജാദ്രവ്യങ്ങളും വാരിയിട്ട് ഒരു മാലയും ഇട്ടിട്ട് ഒരു വിളക്കും കത്തിച്ച് വെച്ചിട്ട് ഡെയിലി പൂജ ചെയ്തുകൊണ്ട് ഒന്നും ആവത്തില്ല. മക്കളുടെ കള്ളക്കളി ഏതായാലും പൊളിഞ്ഞു കിട്ടി. ഇപ്പൊ ശക്തി പോയല്ലോ. ഇനിയിപ്പോൾ സമാധിക്ക് ശക്തിയുണ്ട് എന്ന് അവകാശപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റത്തില്ലല്ലോ. ഇപ്പൊ പറയുന്നുണ്ട് അവർക്കെതിരെ നിന്നിട്ടുള്ളവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന്. ആർക്കും എതിരെ നിയമ നടപടി എടുക്കാൻ യാതൊരു രീതിയിലുള്ള നിയമവും ഇല്ല. കറക്റ്റായിട്ടുള്ള നിയമപ്രകാരമാണ് അവിടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിച്ചത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ മിസ്സിംഗ് ആണെന്ന് കേൾക്കുന്നു, അയാളുടെ ആ ഒരു മിസ്സിങ്ങിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നിക്കഴിഞ്ഞാൽ അതിനകത്തെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയർ സ്വീകരിക്കണോ അത് മാത്രമേ അവിടെയുള്ള പോലീസുകാരായിക്കോട്ടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ സ്വീകരിച്ചിട്ടുള്ളൂ. പിന്നെ നാട്ടുകാര് കൊണ്ട് പരാതി കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ നാട്ടുകാർ അവരെ ചെന്ന് കയ്യേറാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. നാട്ടുകാർ ഡയറക്റ്റായിട്ട് ചെന്ന് പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം മകൻ അവകാശപ്പെടുന്നത് നാട്ടുകാരെല്ലാവരും അല്ല, അവിടെയുള്ള മുസ്ലിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ അവിടെ മുസ്ലിങ്ങൾ അങ്ങനെ തരംതിരിച്ചൊന്നും ഞാൻ കണ്ടില്ല. അവിടെ എല്ലാ നാട്ടുകാരും ഒന്നിച്ചു നിൽപ്പുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിച്ച മിക്ക നാട്ടുകാരും ഹിന്ദുക്കളാണെന്നാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഹിന്ദുക്കളായിട്ടുള്ള നാട്ടുകാരാണ് മിക്കവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പിന്നെ ഇയാൾ എന്തിന്റെ അർത്ഥത്തിലാണ് അത് മുസ്ലിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നത്? പിന്നെ മതത്തെ വലിച്ചിട്ടിട്ട് ഒരു വലിയ ലഹള ഉണ്ടാക്കാനാണ് ഈ മക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഇത് നടന്നില്ലല്ലോ. എന്തായാലും കൊള്ളാം, അച്ഛനെ വെച്ച് കാശുണ്ടാക്കാൻ മക്കൾ ശ്രമിച്ചതാണ്. ഏതായാലും അത് പൊളിഞ്ഞു കിട്ടി. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പൊളിഞ്ഞു കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണയ്ക്കാണെങ്കിലും പ്രശ്നങ്ങൾക്കാണെങ്കിലും എല്ലാം കാരണം ആ മക്കൾ തന്നെയാണ്. നേരത്തെ തന്നെ ആൾക്കാരെയൊക്കെ അറിയിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ആരും തെറ്റിദ്ധാരണ ഉണ്ടാവത്തില്ലായിരുന്നു, ആരും പ്രശ്നത്തിന് ചെല്ലത്തില്ലായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല മക്കള്.
സ്വന്തം അച്ഛനെ എങ്ങനെയൊക്കെ അടക്കണം എന്നുള്ളത് അവരുടെ മാത്രം ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരെയും അറിയിക്കണമായിരുന്നു. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർക്ക് സംശയമുണ്ടാവും. ആ സംശയങ്ങൾ നികത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്.